ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം 10-11 വാക്യങ്ങൾ വായിച്ചു കേൾക്കാം. സഹോദരന്മാരെ, കർത്താവിൻ്റെ നാമത്തിൽ സംസാരിച്ച പ്രവാചകന്മാരെ, കഷ്ടാനുഭവത്തിനും ദീർഘക്ഷമയ്ക്കും ദൃഷ്ടാന്തമായി വിചാരിച്ചുകൊള്ളുവീൻ. സഹിഷ്ണുത കാണിച്ചവരെ നാം ഭാഗ്യവാന്മാരെന്ന് പുകഴ്ത്തുന്നു. യോബിൻ്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടും കർത്താവ് വരുത്തിയ അവസാനം കണ്ടുപിരിക്കുന്നു. കർത്താവ് മഹാകരുണയും മനസ്സിലുമുള്ളവനല്ലോ. പഴയ നിയമത്തിലുള്ള യോബിനെ കുറിച്ചാണ് യാക്കോബ് ശ്ലീഹ ഇവിടെ എടുത്ത് പറയുന്നത്. വളരെ ശ്രദ്ധേയമായ അനേകം കാര്യങ്ങൾ നാം ചിന്തിച്ച് വരികയായിരുന്നു, നാം ധ്യാനിച്ച് വരികയായിരുന്നു. ഇന്നും തുടർന്ന് ഇതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ തുടങ്ങാം. യോബിൻ്റെ പുസ്തകത്തെക്കുറിച്ച് ലോർഡ് ടെനിസൺ പറഞ്ഞിരിക്കുന്ന വളരെ ശ്രദ്ധേയമായ ഒരു നല്ല വാക്യമുണ്ട്. ലോർഡ് ടെനിസൺ അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്, ജോബ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് പോയം വെദർ ഓഫ് ഏൻഷ്യൻറ്റ് ഓർ മോഡേൺ ലിറ്ററേച്ചർ. പ്രാചീന സാഹിത്യത്തിലാകട്ടെ ആധുനിക സാഹിത്യത്തിലാകട്ടെ, ജോബ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് പോയം. അത് ഏറ്റവും മഹത്തായ കാവ്യമാണ്. ഒരു കാവ്യമായിട്ടാണ് ലോർഡ് ടെനിസൺ പറയുന്നത്. കാവ്യമാണ് തന്നെ. ഇയ്യോബിൻ്റെ പുസ്തകം, സദൃശവാക്യങ്ങൾ, സഭാപ്രസംഗി, ഉത്തമഗീതം, പിന്നെ സങ്കീർത്തനങ്ങൾ, ഇവയെല്ലാം കാവ്യഗ്രന്ഥങ്ങളാണ്. കാവ്യഗ്രന്ഥങ്ങൾ. അതിൽ ഇയ്യോബിൻ്റെ പുസ്തകവും സഭാപ്രസംഗിയും ഉത്തമഗീതവും വിജ്ഞാന ഗ്രന്ഥങ്ങളാണ്. വിസ്ഡം ബുക്സ്, വിജ്ഞാന ഗ്രന്ഥങ്ങളാണ്, ജ്ഞാനഗ്രന്ഥങ്ങളാണ്. ഇയ്യോബിൻ്റെ പുസ്തകം മഹാജ്ഞാനം നമുക്ക് പ്രദാനം ചെയ്യുന്നൊരു പുസ്തകമാണ്. മഹാജ്ഞാനം ഒരൊറ്റ വായനയിലൊന്നും നമുക്കൊന്നും പിടികിട്ടുകയില്ല. നമുക്ക് പിടികിട്ടും, ഇയ്യോബ് കഷ്ടത സഹിച്ചു, ഒരിക്കലും താങ്ങാൻ വയ്യാത്ത ദുരിതം വന്നു, ഇയ്യോബ് അതെല്ലാം സഹിച്ച് വിഷമിച്ചു, ഇത്രയൊക്കെ നമുക്ക് മനസ്സിലാകും. അവസാനം ഇയ്യോബ് അനുഗ്രഹിക്കപ്പെട്ടു. വളരെ ലളിതമായ രീതിയിൽ ചില കാര്യങ്ങൾ നമുക്കറിയാം. പക്ഷേ അതല്ല, അതിനെല്ലാം അപ്പുറത്ത് മനുഷ്യജീവിതത്തിൻ്റെ ഏറ്റവും ഗൗരവമേറിയ ചോദ്യമാണ് നാം ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ കാണുന്നത്. വൈ ദീസ് സഫറിങ്സ്, ഈ ദുരിതങ്ങൾ എന്തുകൊണ്ട്? വൈ ഓൾ ദീസ് സഫറിങ്സ്, ഈ ദുരിതങ്ങളെല്ലാം എന്തുകൊണ്ട്? ഈ കണ്ട ദുരിതങ്ങളെല്ലാം എന്തുകൊണ്ട് വരുന്നു? വളരെ സജീവമായൊരു ചോദ്യമാണത്. ഏത് മനുഷ്യൻ്റെ ഉള്ളിലുണ്ടാകുന്ന ചോദ്യമാണ്. എന്തുകൊണ്ട് പെട്ടെന്ന് ചില അത്യാഹിതങ്ങൾ വരുന്നു? ഒട്ടും നനച്ചറിയാതെ താങ്ങാൻ വയ്യാത്ത ചില വിപത്തുകൾ വരുന്നു. എന്തുകൊണ്ട്? മഹാവ്യാധികൾ വരുന്നു. എന്തുകൊണ്ട്? ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ളതായ ചില ദുരിതങ്ങൾ വരുന്നു. എന്തുകൊണ്ട്? മനുഷ്യൻ എക്കാലത്തും അവൻ്റെ ഉള്ളിൽ ഉദിച്ചുയർന്ന ചോദ്യമാണ് കഷ്ടതകൾ എന്തുകൊണ്ട്? വൈ ദീസ് സഫറിങ്സ്, എന്തുകൊണ്ടാണ് ഈ കഷ്ടതകൾ? യോബിൻ്റെ പുസ്തകം അതിനെക്കുറിച്ച് വളരെ വിജ്ഞേയമായ ചില ആശയങ്ങൾ നമുക്ക് തരുന്നുണ്ട്. വളരെ ഗൗരവമേറിയ ചില ആശയങ്ങൾ നമുക്ക് തരുന്നുണ്ട്. യോബിൻ്റെ പുസ്തകത്തിൽ നമ്മുടെ ചിന്താമണ്ഡലത്തെ ഉദ്ദീപിപ്പിക്കുന്ന അനേകം മഹത്തായ ആശയങ്ങളും വാക്യങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കും. യോബിൻ്റെ പുസ്തകത്തെക്കുറിച്ച് മാർട്ടിൻ ലൂതർ പറഞ്ഞിരിക്കുകയാണ്, ജോബ് ഈസ് മോർ മെഗ്നിഫിസൻറ്റ് ആൻഡ് സബ്ലൈം ദാൻ എനി അതർ ബുക്ക് ഓഫ് സ്ക്രിപ്ചർ. വേദപുസ്തകത്തിലുള്ള ഏത് പുസ്തകത്തെക്കാളും ഇറ്റ് ഈസ് മോർ മാഗ്നിഫിസൻറ്റ് ആൻഡ് സബ്ലൈം. അത് കൂടുതൽ സുന്ദരവും കൂടുതൽ ഉദാത്തവുമായ ഒരു പുസ്തകമാണ് ഇയ്യോബിൻ്റെ പുസ്തകം എന്നാണ് മാർട്ടിൻ ലൂതർ പറഞ്ഞിരിക്കുന്നത്. മാർട്ടിൻ ലൂതർ നവീകരണത്തിൻ്റെ ഉപജ്ഞാതാവാണ്. മാർട്ടിൻ ലൂതർ നവീകരണത്തിൻ്റെ ഉദ്ഘാടകനാണ്. മാർട്ടിൻ ലൂതറാണ് നവീകരണ പ്രസ്ഥാനം തുടങ്ങിയത് തന്നെ. മാർട്ടിൻ ലൂതർ പറഞ്ഞിരിക്കുന്നു, ദ മോസ്റ്റ് മെഗ്നിഫിസൻ്റ് ആൻഡ് സബ്ലൈം ബുക്ക്, ഏറ്റവും മനോഹരവും ഏറ്റവും അത്യുദാത്തമായൊരു ഗ്രന്ഥമാണ് യോബിൻ്റെ പുസ്തകമെന്ന്. ദൈവത്തിന് സ്തോത്രം. ഈ പുസ്തകം നാം പഠിച്ചു വരുമ്പോഴാണ്
ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ഈ യാതനകളുടെ തീവ്രത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു കണക്കിന് പറഞ്ഞാൽ നമ്മളും അതുപോലല്ലേ, യാതനകളുടെ വേദനാകരമായ അനുഭവങ്ങളിൽപ്പെട്ട് നട്ടം തിരിയുന്നവരല്ലേ അധികം ആളുകളും. എവിടെയുണ്ട് സ്വസ്ഥത? ഏതൊരാളുടെ ഹൃദയത്തിലുണ്ട് സമാധാനം? ഹൃദയം വിങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ഏത് പ്രായത്തിലുള്ളവരുടെയും. എന്തിന്? കൊച്ചു കൊച്ചു കുട്ടികളുടെ പോലും ഹൃദയം വിങ്ങുന്നു. എന്തിനോ വേണ്ടി ഹൃദയം വേദനിക്കുന്നു. എന്തോ ചില കാരണങ്ങളാൽ ഹൃദയത്തിൽ തീവ്രമായ ദുഃഖങ്ങളും അവരുടെ ഹൃദയത്തിൽ അവർക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റാത്തതും പരിഹരിക്കാൻ പറ്റാത്തതുമായ പ്രശ്നങ്ങളും അവരുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. ചിലപ്പോൾ പഠന വിഷയമാകാം, ചിലപ്പോൾ വീട്ടിലെ ചില പ്രശ്നങ്ങളാകാം, ചിലപ്പോൾ വീട്ടിലെ അപ്പനും അമ്മയും തമ്മിലുള്ള വഴക്കാകാം, അതല്ലെങ്കിൽ സഹോദരങ്ങൾ തമ്മിലുള്ളതായ ഭിന്നതകളാകാം, വീട്ടിലെ അന്തരീക്ഷം മ്ലാനമായിരിക്കുന്നതാകാം, കുടുംബത്തിൽ ചില ക്ലേശങ്ങൾ അവരെ സ്വാധീനിക്കുന്നതാകാം. കൊച്ചു കുട്ടികളുടെ പോലും ഹൃദയത്തിൽ നിറഞ്ഞ അസന്തുഷ്ടി, നിറഞ്ഞ അസമാധാനം. യൗവന പ്രായത്തിലേക്കൊക്കെ വരുമ്പോഴേക്കും എന്തെന്ത് വികാരങ്ങളുടെ വിക്ഷോഭമാണ് ഹൃദയത്തിൽ നിറഞ്ഞു വരുന്നത്. വികാര വിക്ഷോഭം, വികാരങ്ങളിങ്ങനെ തിരത്തല്ലി വരികയാണ്. ഏതെല്ലാം കാര്യങ്ങൾ ശരീരത്തിൽ തന്നെ ചില മാറ്റങ്ങൾ വരുന്നു. ശരീരത്തിൽ മാറ്റങ്ങൾ വരുന്നതനുസരിച്ച് ശരീരത്തിൽ ഈ ഹോർമോൺസ് പലതും ശിശുപ്രായത്തിലുള്ളതിനേക്കാൾ ബാല്യപ്രായത്തിലുള്ളതിനേക്കാൾ കൗമാരം കഴിയുമ്പോഴേക്കും ചില ശരീരത്തിലെ ഹോർമോണുകൾക്ക് മാറ്റം വരുന്ന ഹോർമോണുകൾ ഉണ്ടാകുന്നു. ചിലത് ശരീരത്തിൽ സ്ഥായിയായ വ്യതിയാനം വരുത്തുന്നു. അതുകൊണ്ടെല്ലാം വികാര പ്രപഞ്ചം മാറിപ്പോകുന്നു. വികാര പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ എന്താണ്? വികാരമണ്ഡലം മാറിപ്പോകുന്നു. വിചാരങ്ങളും വികാരങ്ങളും എല്ലാം മാറിപ്പോകുന്നു. യൗവനത്തിലേക്ക് വരുമ്പോൾ ആദ്യം കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ അപ്പൻ്റെ അമ്മയുടെയും പ്രത്യേക പരിചരണത്തിൽ കഴിയുന്ന കാലം, അന്ന് നമ്മുടെ കുട്ടികൾക്ക് അപ്പനോടും അമ്മയോടും വലിയൊരു ആശ്രയമാണ്. അപ്പനും അമ്മയുമാണ് സ്നേഹം, അവരോടാണ് സ്നേഹം. കുറച്ചുകൂടി കഴിഞ്ഞ് വരുമ്പോൾ കൂട്ടുകാർ, പരസ്പര സ്നേഹം, കുട്ടികൾ പരസ്പരം, അത് ഒരു കൂട്ടുകൂടാനുള്ള വാസന. പക്ഷേ ഈ യൗവനത്തിൻ്റെ ആരംഭമാകുമ്പോൾ മുതൽ അപ്പനും അമ്മയുമാണ് ഏറ്റവും വലിയ ശത്രുക്കൾ. അപ്പനും അമ്മയും അധ്യാപകരും അവരാണ് ഈ യുവാക്കന്മാരുടെ ശത്രുക്കൾ. അവർക്ക് ഏറ്റവും നല്ല സ്നേഹമെന്ന് പറയുന്നത് ദി അതർ സെക്സ്, നേരെ വിപരീതമായ ആൺകുട്ടികൾക്കാണെങ്കിൽ പെൺകുട്ടികളോടും, പെൺകുട്ടികൾക്കാണെങ്കിൽ ആൺകുട്ടികളോടും ഒരു പ്രത്യേകമായ അടുപ്പം വന്നു പോകുന്നു. അതെല്ലാം സ്വാഭാവികമായി വന്നു ചേരുന്നതാണ്, ദി അതർ സെക്സ്. ഇതെല്ലാം കഴിഞ്ഞൊരു ഇത്തിരി പ്രായപൂർത്തിയായി കഴിയുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇത്തിരി ഒരു പ്രൗഢത കൈവന്ന് തുടങ്ങുമ്പോഴാണ് അല്പം ഒരു കെട്ടടങ്ങി തുടങ്ങുന്ന ഒരു കാലം വരുന്നത്. വികാരത്തിൻ്റെ മൂർച്ച കെട്ടടങ്ങുകയും മാനുഷിക മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കുകയും ചെയ്യുന്നൊരു കാലം വരും. മാനുഷിക മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കും. ഈ കാണുന്ന ലോകത്തിൽ ഇന്ന് കാണുന്നത് പോലെ എന്നുള്ളതല്ല വാസ്തവത്തിൽ സംഭവിക്കുന്നതെന്നും അതിനപ്പുറത്ത് എന്തെല്ലാമോ ഒക്കെ ഉണ്ടെന്നുള്ള ചിന്തകളൊക്കെ മനസ്സിലുണ്ടായി വരുന്നു. കുറച്ചുകൂടി ആധ്യാത്മികമായ ചിന്തയിലേക്ക് വരുന്നു. പ്രായമായി വരുന്തോറും കൂടുതൽ ശാന്തരായിത്തീരുന്നു, കൂടുതൽ ചിന്താശീലരായിത്തീരുന്നു, കൂടുതൽ യാഥാർത്ഥ്യബോധമുള്ളവരായിത്തീരുന്നു. ശിശുപ്രായം മുതലേ നമ്മുടെ കുട്ടികളെ നല്ല രീതിയിൽ അഭ്യസിപ്പിച്ചാൽ, ക്രിസ്തുവുമായി അടുപ്പിക്കാനും ക്രിസ്തുവുമായി ബന്ധിപ്പിക്കാനും കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾ നന്നായി വരും. ശിശുപ്രായം മുതലേ, ബാല്യത്തിലെല്ലാം കുട്ടികളെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ വളരെ ഓമനിച്ച് നമ്മുടെ അരികത്തിരുത്തി അവരെ കൊണ്ട് വായിപ്പിക്കുകയും പഠിപ്പിക്കുകയും മാത്രമല്ല വേദപുസ്തകം വായിപ്പിക്കുക, പ്രാർത്ഥിപ്പിക്കുക മുതലായ കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യിക്കുകയും ചെയ്ത് അവരെ കൂട്ടായ്മകളിൽ പങ്കെടുപ്പിക്കുകയും ദൈവവചനം കേൾപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ അതിൽ കുട്ടികൾ വളർന്നു വരും. അപ്പനും അമ്മയ്ക്കും ക്രിസ്തു ഉണ്ടെങ്കിലല്ലേ അത് ചെയ്യാൻ പറ്റൂ. അപ്പനും അമ്മയ്ക്കും ക്രിസ്തു ഉണ്ടെങ്കിൽ കുട്ടികളെ ആ രീതിയിൽ വളർത്താൻ പറ്റും. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ കൂടി വളർത്താൻ പറ്റും. യൗവനത്തിൻ്റെ നല്ല പ്രായത്തിൽ വഴിതെറ്റി പോകാതിരിക്കണമെങ്കിൽ ബാല്യം മുതലേ ക്രിസ്തുവുമായൊരു ബന്ധത്തിൽ വരണം. അല്ലെങ്കിൽ ജീവിതം വഴിതെറ്റിപ്പോകും, ജീവിതം പാഴായിപ്പോകും, ജീവിതം നശിച്ചു പോകും. ബാല്യം മുതലേ ക്രിസ്തുവുമായി ബന്ധിപ്പിക്കുക.
ശരീരത്തിൽ ഏതെല്ലാം ഹോർമോണുകൾ പ്രവർത്തിച്ചാലും ശരി, ഏതെല്ലാം സ്വാധീനം മനുഷ്യജീവിതത്തെ ഉലച്ചാലും ശരി, ഒന്നും ഏശാതെ വണ്ണം നിലനിർത്താൻ പറ്റണമെങ്കിൽ ക്രിസ്തുവുമായൊരു ബന്ധം വേണം, യേശുക്രിസ്തുവായൊരു ബന്ധം. അരുതായികളിലേക്ക് പോകണ്ട എന്ന് സ്വന്തം ഹൃദയത്തിൽ നിന്നുണ്ടാകുന്നൊരു ഡിസിപ്ലിൻ, അവനവൻ്റെ ഹൃദയത്തിൽ തന്നെ ഒരു ഡിസിപ്ലിൻ ഉണ്ടാകും. മറ്റാരും അടിച്ചേൽപ്പിക്കുന്ന ഡിസിപ്ലിൻ അല്ല, ഇമ്പോസ്ഡ് ഡിസിപ്ലിൻ അല്ല, സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടാകും. മറ്റാരും നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ഡിസിപ്ലിൻ കൊണ്ട് നിലനിൽക്കാൻ പറ്റുകയില്ല. അപ്പനെ പേടിച്ച്, അമ്മയെ പേടിച്ച്, അല്ലെങ്കിൽ അധ്യാപകനെ പേടിച്ച് അച്ചടക്കമുണ്ട്, അത് നിലനിൽക്കുകയില്ല. ഒരവസരം വന്നാൽ കയറ് പൊട്ടിക്കും, കയറൂരി വിട്ടതുപോലെയാകും, നിയന്ത്രണം പോകും, കടിഞ്ഞാണില്ല ഒരു സമയം കിട്ടിയാൽ. എന്നാൽ സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ, തന്നെത്താൻ ഒരു അച്ചടക്കം ഉണ്ടെങ്കിൽ പിടിച്ചു നിന്ന് പോകാൻ പറ്റും. തന്നെത്താനുള്ള അച്ചടക്കം അതെങ്ങനെ കിട്ടും? അത് യേശുക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ കൂടി കിട്ടും. ക്രിസ്തുവുമായൊരു ബന്ധം വരണം. നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കൂ, നമ്മുടെ കുഞ്ഞുങ്ങളെ നാം നന്നാക്കി എടുക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെ ക്രിസ്തുവിൻ്റെ പാതയിൽ കൂടി വളർത്തണം. ഇന്നത്തെ സമൂഹത്തിലെ ഒരു വലിയ കെടുതി നമ്മുടെ മക്കൾ വഴിതെറ്റി പോകുന്നുള്ളതാണ്. അവർ ചുമതലാബോധമില്ലാത്തവരായി പോകുന്നു, അവർ പഠിക്കുന്നില്ല, അവർ കാര്യഗൗരവമില്ലാത്തവരായി പോകുന്നു, അവർ വഴിതെറ്റി പോകുന്നു, പലതരത്തിലുള്ളതായ ദുസ്വാധീനങ്ങൾക്ക് അവർ വിധേയരായിത്തീരുന്നു. ദുസ്വാധീനങ്ങൾ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും. അങ്ങനെ മക്കൾ ഇന്ന് കുടുംബത്തിൻ്റെ ആഭിജാത്യം കളഞ്ഞു കുളിക്കുന്നു, മാതാപിതാക്കൾക്കുള്ള സൽപ്പേര് കളഞ്ഞു കുളിക്കുന്നു. മക്കൾ പൈതൃകം നഷ്ടപ്പെടുത്തി ജീവിതത്തിൻ്റെ മൂല്യങ്ങൾ നശിപ്പിച്ച് അപകടത്തിലേക്ക് നീങ്ങുന്നു. ഇതെല്ലാം ഇന്ന് മാതാപിതാക്കൾ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ്. അവരുടെ ഹൃദയം നൊന്ത് ഞെളിപിരിക്കൊള്ളുന്നൊരു പ്രശ്നമാണ്. ഇതിനെല്ലാം പരിഹാരം ഒന്നേ ഉള്ളൂ, കർത്താവായ യേശുക്രിസ്തു ഈ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുക. യേശുക്രിസ്തു ഈ കുഞ്ഞുങ്ങളെ നിയന്ത്രിക്കുക. ഒരു ഇന്നർ ഫോഴ്സ് അവരെ നിയന്ത്രിക്കുന്നു. ഇന്നർ ഫോഴ്സ്, അകത്തൊരു ശക്തി അവരെ നിയന്ത്രിക്കുന്നു. ഇന്നർ ഫോഴ്സ്, ആ ഇന്നർ ഫോഴ്സാണ് കർത്താവായ യേശുക്രിസ്തു. അതൊരു ഇന്നർ പേഴ്സണാണ്. ഇന്നർ ഫോഴ്സ്, ഇന്നർ പേഴ്സൺ, അകത്തൊരു വ്യക്തി ഇരുന്ന് നിയന്ത്രിക്കുന്നു. നമ്മുടെ ഓരോ ചേഷ്ടകളെയും നിയന്ത്രിക്കുന്നൊരു ശക്തിയുണ്ട്, നമ്മുടെ ഓരോ പ്രവൃത്തികളെയും നിയന്ത്രിക്കുന്നൊരു ശക്തിയുണ്ട്. ശക്തി എന്ന് പറയുന്നത് വ്യക്തി തന്നെയാണ്, യേശുക്രിസ്തു. നമ്മുടെ ചേഷ്ടകളെ, നമ്മുടെ ചിന്താഗതികളെ, നമ്മുടെ വികാരങ്ങളെയൊക്കെ നിയന്ത്രിക്കാൻ പിശാചിന് വിട്ടുകൊടുക്കരുത്. പിശാചിന് ചൊൽപ്പടിക്ക് പോകരുത്. അതിനെല്ലാം നിയന്ത്രിച്ച് നേർവഴിക്ക് കൊണ്ടുപോകണം. നമ്മുടെ കുഞ്ഞുങ്ങളെ ആ വഴിയിലേക്ക് നടത്താൻ നമുക്ക് സാധിക്കണം. അധ്യാപകർക്ക് വലിയ കടപ്പാടുണ്ട്, മാതാപിതാക്കൾക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. ഇതെല്ലാം അവരവരുടെ കടപ്പാടുകൾ നിർവഹിച്ചാൽ ഒരു നല്ല ഭാവി തലമുറയെ കെട്ടിപ്പടുക്കാം, ഒരു നല്ല യുവതലമുറയെ നമുക്ക് വളർത്തിയെടുക്കാം. ഭാവിയുടെ മോഹന വാഗ്ദാനങ്ങളായി നമ്മുടെ മക്കൾ മാറുകയും ചെയ്യും. സുന്ദരമായ അനുഭവമാണത്. മക്കൾ ക്രിസ്തുവുള്ളവരായി തീരുക. ആത്യന്തികമായി ക്രിസ്തുവിലൊന്ന് ലയിച്ചല്ലാതെ പിന്നെ എവിടെയുണ്ട് രക്ഷ, എവിടെയുണ്ട് സമാധാനം? ഇയ്യോബിൻ്റെ പുസ്തകം മനുഷ്യജീവിതത്തിൽ ദൈവത്തെ ഭയപ്പെടുന്ന മനുഷ്യൻ്റെ ചില ചിന്താഗതികളാണ്. ദൈവത്തെ ഭയപ്പെടുന്നു, കഷ്ടത വന്നപ്പോഴും ദൈവത്തെ ഭയപ്പെടുന്നു. ഉള്ളിൽ ദുഃഖമുണ്ട്, പ്രയാസമുണ്ട്. പക്ഷേ ഇയ്യോബ് ആ പ്രയാസങ്ങളെല്ലാം കടിച്ചമർത്തിക്കൊണ്ട് ഇയ്യോബ് സ്വയം ദൈവത്തെ ഹിതത്തിന് വിധേയപ്പെടുത്തി കൊടുക്കുകയാണ്. ഇയ്യോബിൻ്റെ ജീവിതത്തിൻ്റെ ആദ്യകാലം വേദപുസ്തകത്തിൽ ആദ്യത്തെ ഒരു 3 അധ്യായം നാം വായിക്കുമ്പോൾ കാണുന്നത് ഇയ്യോബിൻ്റെ ഡിസ്ട്രസ്സാണ്. ഇയ്യോബിൻ്റെ യാതനകൾ, ഇയ്യോബിൻ്റെ കഷ്ടതകൾ, ഇയ്യോബിൻ്റെ ദുരിതങ്ങൾ, ഡിസ്ട്രസ്. കഴിഞ്ഞൊരവസരത്തിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മ കാണുമായിരിക്കും. ഇയ്യോബിൻ്റെ ഡിസ്ട്രസ് കുടുംബത്തിൽ വന്ന ചില കെടുതികളാണ്. ഒരുമിച്ച് മക്കൾ നഷ്ടപ്പെടുന്നു. 10 മക്കളെല്ലാവരും, 7 ആൺമക്കളും 3 പെൺമക്കളും, 10 മക്കളും ഒരുമിച്ച് ഒരു ദിവസം മരിച്ചു പോകുന്നു. അതും അപകടമരണം. കൊടുങ്കാറ്റ് ഊതി വീടിൻ്റെ 4 മൂലയ്ക്കും അടിച്ചു. അവരെല്ലാവരും വിരുന്നാഘോഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന ഒരു വീട്ടിൽ ആ കൊടുങ്കാറ്റിൽപ്പെട്ട് വീട് തകർന്നു. ആ ചുഴലിക്കാറ്റിൽപ്പെട്ട് വീട് തകർന്നടിഞ്ഞു. എല്ലാവരും ആ വീടിനകത്ത് അവരെല്ലാവരും ഒരുമിച്ച് മരിച്ചു.
യോബിനുണ്ടായ സ്വത്തെല്ലാം നഷ്ടപ്പെട്ടു. യോബിനുണ്ടായ കന്നുകാലികളെല്ലാം നഷ്ടപ്പെട്ടു. യോബിനുള്ളതായ വിഭവങ്ങളെല്ലാം നഷ്ടപ്പെട്ടു. എല്ലാം നഷ്ടപ്പെട്ടു. പിന്നെയാണ് അടുത്ത പടി വന്നത്. എല്ലാം ദുഷ്ടനായ പൈശാചികൻ ചെയ്യുന്ന കെടുതികളാണ്. പൈശാചികനാണ് കെടുതികൾ വരുത്തുന്നത്. ദുഷ്ടപിശാചാണ് കെടുതികൾ വരുത്തുന്നത്. ആക്സിഡൻറ്റ് വരുത്തുന്നതും അപകടം വരുത്തുന്നതും ദുരിതങ്ങൾ വരുത്തുന്നതും കഷ്ടത വരുത്തുന്നതും ഏതെല്ലാം പ്രതിസന്ധികളുണ്ടെങ്കിൽ അതെല്ലാം വരുത്തുന്നതെല്ലാം പിശാച് തന്നെയാണ്. പിശാചിൻ്റെ പ്രവൃത്തിയാണ് അതെല്ലാം. അസൂയാലുവായ പിശാച്. ആ ഡിസ്ട്രസ്, അതിൻ്റെ പരമകാഷ്ഠയെ പ്രാപിച്ച് യോബിൻ്റെ ശരീരത്തിൽ രോഗം വന്നപ്പോഴാണ് ഈ ദുരിതങ്ങളുടെ പരമകാഷ്ഠ, ദുരിതങ്ങളുടെ മൂർധന്യം, ശരീരമാസകലം വ്രണം, ഉള്ളങ്കാൽ മുതൽ നെറുക വരെയും വ്രണങ്ങൾ, വല്ലാത്ത വ്രണങ്ങൾ, വല്ലാത്ത പരുക്കൾ. യോബ് വലഞ്ഞുപോയി. അസഹ്യമായ ദുർഗന്ധം. സ്വന്തം ഭാര്യയ്ക്ക് പോലും അടുത്ത് നിൽക്കാൻ വയ്യ. വേലക്കാരോ ദൂരെ മാറിപ്പോയല്ലോ. ആരും തിരിഞ്ഞു നോക്കാതായി. വീട്ടിൽ യോബ് ഏകനായി ഇരുന്നു കൊണ്ട് ഓട്ടിൻ കഷ്ണം കൊണ്ട് ശരീരം ചുരണ്ടിക്കൊണ്ട് ചൊറിച്ചിൽ സഹിക്ക വയ്യാതെ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ദുരിതം. ആ ദുരിതത്തിൻ്റെയും അപ്പുറത്താണ് മാനസികമായ ദുരിതം വന്നത്. അത് സഹിക്കാവുന്നതല്ല. ശരീരത്തിലെ ദുരിതങ്ങൾ കൊണ്ട് സഹിക്കാവുന്നതായിട്ടല്ല എങ്കിലും അതിനേക്കാൾ ഭയാനകമായിരുന്നു മാനസികമായ ദുരിതങ്ങൾ. മെൻ്റൽ ടോർച്ചർ എന്ന് വേണമെങ്കിൽ പറയാം. മാനസികമായ ദണ്ഡനം, മാനസികമായ വിപത്ത്. സ്വന്തം ഭാര്യ തള്ളിപ്പറഞ്ഞു. ഇക്കണ്ട ദുരിതങ്ങളുടെ മധ്യത്തിൽ ഭാര്യ തള്ളിപ്പറയേണ്ടവളാണോ വാസ്തവത്തിൽ? ഭാര്യ കൂട്ടാളിയല്ലേ, ഇണയാളിയല്ലേ? പക്ഷേ ഭാര്യ തള്ളിപ്പറഞ്ഞു. നീ ഇനിയും നിൻ്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ? ദൈവത്തെ ത്യജിച്ച് കളക, എന്നിട്ട് നീ ആത്മഹത്യ ചെയ്യൂ, നീ മരിക്കൂ. ഇതാണ് ഭാര്യ പറയുന്നത്. എന്തിനു ജീവിച്ചിരിക്കണം? ഇങ്ങനെ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം? മരിച്ചു കള, ദൈവത്തെ തള്ളി പറയൂ. ആ സ്ത്രീയുടെ വാക്കുകൾ യോബിൻ്റെ ഹൃദയത്തെ പിളർന്നു. ദൈവഭക്തനായ യോബിന് കേൾക്കാൻ പറ്റാത്ത വാക്കുകളാണ് ആ സ്ത്രീ പറഞ്ഞത്. ഭാര്യ ഒരിക്കലും പറയാത്ത വാക്കുകൾ പറഞ്ഞു. സ്നേഹിതന്മാർ 3 പേരുണ്ട്. അവർ വന്നു. അവർ പറഞ്ഞതോ മുഴുവനും വേദനിപ്പിക്കുന്ന വാക്കുകൾ. ആദ്യം അവർ വന്നില്ല, പിന്നെ പറയേണ്ടത് പറഞ്ഞില്ല, പിന്നെ പറഞ്ഞതെല്ലാം വേദനിപ്പിക്കുന്ന വാക്കുകൾ. യോബ് വലഞ്ഞുപോയി. ഒരിടത്തു നിന്നും ഒരു സ്നേഹത്തിൻ്റെ കിനിവുള്ള ഒരു നേരിയ ശബ്ദം പോലും കേൾക്കാൻ പറ്റിയില്ല. ഒരു നല്ല മധുര ശബ്ദമൊന്നും കേൾക്കാൻ പറ്റിയില്ല. ആർദ്രതയുള്ള വാക്കുകൾ കേൾക്കാൻ പറ്റിയില്ല. ആർക്കും സഹതാപമില്ല. സഹതാപമില്ലാഞ്ഞിട്ടാണോ? സഹതപിച്ചിട്ട് കാര്യമില്ലായിരിക്കാം, പ്രയോജനമില്ലായിരിക്കാം. അതുകൊണ്ടായിരിക്കും അതിന് സഹതപിക്കാഞ്ഞത്. ആർക്കെന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് വരുന്ന പ്രശ്നങ്ങളെ നാം തന്നെ നേരിട്ടേ പറ്റുകയുള്ളൂ. വേറെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. മനുഷ്യൻ സഹായിക്കുന്ന സഹായങ്ങൾക്കെല്ലാം അതിരുണ്ട്, അതിന് പരിമിതിയുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന വിങ്ങലുകൾ, നമ്മുടെ ചില വേദനകൾ, ഹൃദയത്തിൻ്റെ ചില ദുഃഖഭാരങ്ങൾ നാം തന്നെ വഹിച്ചേ പറ്റൂ. നമ്മുടെ ഹൃദയത്തിന് ടെൻഷൻ വേറെ ആരുടെയും കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുകയില്ല. വേറെ ആർക്കും അതിൽ പങ്കാളിയാകാൻ പറ്റുകയുമില്ല. പക്ഷേ താങ്ങാൻ പറ്റുന്നതിനപ്പുറമായിരുന്നു യോബിന് വന്നതായ വിനകൾ, ആപത്തുകൾ, പ്രതിസന്ധികൾ, ഡിസ്ട്രസിൻ്റെ ഒരു കാലം. അത് കഴിഞ്ഞു. പിന്നെ നാം കാണുന്ന രണ്ടാമത്തെ ഘട്ടം യോബിൻ്റെ ജീവിതത്തിൽ ഡിഫെൻസ്. എന്താണ് ഡിഫെൻസ്? പ്രതിരോധം തീർക്കുകയാണ്. യോബ് എല്ലാം തടുക്കാൻ നോക്കുകയാണ്. സ്നേഹിതന്മാർ പറയുന്നു, നിൻ്റെ പാപം കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത്. പാപം കൊണ്ട് മാത്രമാണ് മനുഷ്യൻ ദുരിതം വരുന്നത്. നിനക്കെന്തോ വലിയ പാപം വന്നിട്ടുണ്ട്, നീ വലിയ നീതിമാനാണെന്നൊക്കെ ഭാവിക്കുന്നുണ്ട്. പക്ഷേ നിനക്ക് ദൈവഭയമില്ല, നിനക്ക് ദൈവത്തോടുള്ള സ്നേഹമില്ല. അതുകൊണ്ട് ഇതൊക്കെ വന്നത്. ദൈവം നിന്നെ ശിക്ഷിച്ചതാണ്, ദൈവം നിന്നെ അടിച്ചതാണ്, ദൈവത്തിൻ്റെ ദണ്ഡനമാണിത്. അത് കേട്ടപ്പോൾ യോബ് പറയുകയാണ്, നിങ്ങൾ വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാർ. യോബിൻ്റെ പുസ്തകം വായിച്ചാൽ കാണാം. നിങ്ങൾ വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാർ. നിങ്ങൾ ആശ്വസിപ്പിക്കാനാണ് വന്നത്, പക്ഷേ വ്യസനിപ്പിക്കുകയാണ്. യോബിൻ്റെ പാപം കൊണ്ടാണ് ഈ ശിക്ഷയെല്ലാം വന്നതെന്ന് പറയുമ്പോൾ യോബ് അതിനെ ഡിഫെൻഡ് ചെയ്യുകയാണ്, അതിനെ തടുക്കുകയാണ്. യോബ് തടുക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? 31-ാം അധ്യായം എടുക്കൂ. യോബിൻ്റെ പുസ്തകം 31-ാം അധ്യായം. 31-ാം അധ്യായത്തിൽ
ഇയ്യോബ് ഒന്നൊന്നായി പറയുകയാണ്. എന്താ പറയുന്നത്? വായിക്കാം. ഞാൻ എൻ്റെ കണ്ണുമായി ഒരു നിയമം ചെയ്തു, പിന്നെ ഞാനൊരു കന്യകയെ നോക്കുന്നത് എങ്ങനെ? എന്നാൽ മേലിൽ നിന്ന് ദൈവം നൽകുന്ന ഓഹരിയും ഉയരത്തിൽ നിന്ന് സർവശക്തൻ തരുന്ന അവകാശവുമെന്ത്? നീതി കെട്ടവന് അപായവും ദുഷ്പ്രവർത്തിക്കാർക്ക് വിപത്തുമല്ലയോ? എൻ്റെ വഴികളെ അവൻ കാണുന്നില്ലയോ? എൻ്റെ വഴികളെ ദൈവം കാണുന്നില്ല. ഞാൻ എൻ്റെ കണ്ണുമായൊരു നിയമം ചെയ്തവനാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ പാപം എന്നുള്ളവനല്ല ഞാൻ. എൻ്റെ കണ്ണുമായൊരു നിയമം ചെയ്തവനാണ്. ഒരു അന്യ സ്ത്രീയെ നോക്കുകയില്ല. ഞാൻ എൻ്റെ കണ്ണുമായൊരു നിയമം ചെയ്തു. പിന്നെ ഞാനൊരു കന്യകയെ നോക്കുന്നത് എങ്ങനെ? ഒരു കന്യകയെ ഞാൻ നോക്കുകയില്ല, മോഹത്തോടെ നോക്കുകയില്ല, അശുദ്ധിയോടെ നോക്കുകയില്ല, നോട്ടത്തിൽ അശുദ്ധി വരികയുമില്ല. ഞാൻ എൻ്റെ കണ്ണുമായൊരു വ്യവസ്ഥ ചെയ്തവനാണ്, ഒരു നിയമം ചെയ്തവനാണ്. ദൈവത്തിന് സ്തോത്രം. എത്ര പ്രാഗൽഭ്യത്തോടാണ് ഇയ്യോബ് ഇത് പറയുന്നത്. ഇയ്യോബിൻ്റെ ജീവിതം നിഷ്കളങ്കമാണ്. ഇയ്യോബിൻ്റെ ജീവിതം വിശുദ്ധമാണ്. ഓരോ അവയവത്തിലും വിശുദ്ധി തുടിക്കുകയാണ്. ഓരോ അവയവത്തിലും വിശുദ്ധി തിങ്ങുകയാണ്. നാം ഒന്ന് ചിന്തിച്ച് നോക്കൂ. ഇങ്ങനെ പറയാനുള്ള പ്രാഗൽഭ്യം നമുക്കുണ്ടോ? ഓരോ അവയവവും അത് ക്രിസ്തുവിന് നിവേദിച്ചതാണ്. ഇത് നിവേദിതം എന്ന് തത്രപ്പെട്ട് നേർന്നതാണ്. ഇത് നിവേദിതം എന്ന് വേദസ്വാക്യം ഞാൻ പറയുന്നത്, തത്രപ്പെട്ട് നേരുന്നത്. ഇത് ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചത് എന്ന് നല്ല തിടുക്കത്തോടെ നേർന്നതാണ്, നല്ല ഉറപ്പോടെ നേർന്നതാണ്. തത്രപ്പെട്ട് വേഗത്തിൽ കൂടുതലും ചിന്തിക്കാതെ തന്നെ തീരുമാനമെടുത്തതാണ്. ഇത് നിവേദിതം. വൺസ് ഫോർ ഓൾ ഇറ്റ് ഈസ് ഡിവോട്ടഡ് ടു ക്രൈസ്റ്റ്. ഒരിക്കലായി ഇത് ക്രിസ്തുവിന് വേണ്ടി ഡിവോട്ട് ചെയ്തതാണ്. ഇത് ഒരിക്കലായിട്ട് ക്രിസ്തുവിന് വേണ്ടി നിവേദിച്ചതാണ്. ക്രിസ്തുവിന് വേണ്ടി മാറ്റിവെച്ചതാണ്. ഓരോ അവയവവും ദൈവമക്കളെ അതൊരു വലിയ പ്രാഗൽഭ്യമാണ്. നിങ്ങൾ ദയവായിട്ടും ചിന്തിക്കൂ. ഇവിടെയുള്ള എൻ്റെ സഹോദരന്മാർ ഈ വാക്കുകളെ കേട്ടുകൊണ്ട് ദൂരെ ഇരിക്കുന്നവരും എല്ലാ ദേശങ്ങളിലിരുന്ന് ഈ വാക്കുകൾ കേൾക്കുകയും ഈ പറയുന്നത് കാണുകയും ചെയ്തുകൊണ്ടിരിക്കുന്നവർ, ദയവായി ഒരു സെക്കൻഡ് നേരം ചിന്തിക്കുമോ? നമ്മുടെ അവയവങ്ങളുടെ മേൽ നമുക്ക് നിയന്ത്രണമുണ്ടോ? ക്രിസ്തു നമ്മുടെ അവയവങ്ങളെ നിയന്ത്രിക്കാൻ നാം വിട്ടുകൊടുത്തിട്ടുണ്ടോ? നമ്മുടെ നാവിനെ നിയന്ത്രിക്കുന്നുണ്ടോ? നാവ് അരുതാത്ത വാക്കുകൾ വരുന്നില്ലേ? ചിന്തിക്കൂ. ചീത്ത വാക്കുകൾ വരുന്നില്ലേ? അസഭ്യ വാക്കുകൾ വരുന്നില്ലേ? ഒരുപക്ഷെ പരസ്പരം സംസാരിക്കുമ്പോൾ കോപത്തിൻ്റെ ജ്വലിപ്പിക്കുന്ന വാക്കുകൾ വരുന്നില്ലേ? ചിലപ്പോൾ ക്രോധം ജ്വലിച്ച് നിങ്ങളുടെ വാക്കുകൾ ചിലപ്പോൾ പരുഷമായി തീരുന്നില്ലേ? മറ്റുള്ള ഹൃദയത്തെ കുത്തിമുറിവേൽപ്പിക്കുന്ന വാക്കുകൾ വരുന്നില്ലേ? ചിലരെ പരിഹസിക്കുന്ന വാക്കുകൾ വരുന്നില്ലേ? ചിലരെ തരം താഴ്ത്തുന്ന വാക്കുകൾ വരുന്നില്ലേ? ചിലരെ ഹൃദയം നോവിക്കുന്ന പോരാ, ഹൃദയത്തെ മഥിക്കുന്ന വാക്കുകൾ വരുന്നില്ലേ? ഇല്ലേ? ചിന്തിച്ച് നോക്കൂ. ഭർത്താവിൻ്റെ ഹൃദയത്തെ പിളർക്കുന്ന വാക്കുകൾ വരുന്നില്ലേ? ഭാര്യയുടെ ഹൃദയത്തെ പിളർക്കുന്ന വാക്കുകൾ വരുന്നില്ലേ? കുത്തുവാക്കുകൾ വരുന്നില്ലേ? മുള്ളുവാക്കുകൾ വരുന്നില്ലേ? അശുദ്ധമായ വാക്കുകൾ. നമ്മുടെ നാവ് എത്രയോ വിഷം നിറഞ്ഞതാണെന്ന് യാക്കോബ് തന്നെ പറയുന്നുണ്ടല്ലോ. നാവ് വിഷമുള്ളത്, അടങ്ങാത്ത ദോഷം എന്നാണ് യാക്കോബ് പറയുന്നത്. അടങ്ങാത്ത ദോഷം, നാവ് അടങ്ങാത്ത ദോഷം. നമ്മുടെ നാവിനെ നാം നിയന്ത്രിക്കുന്നുണ്ടോ? അല്ല. നിയന്ത്രിക്കാൻ കർത്താവിന് വിട്ടുകൊടുക്കുന്നുണ്ടോ? അവയവങ്ങൾ ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കണം. എണ്ണി കൊടുക്കണം. ദൈവത്തിന് സ്തോത്രം. അകത്തെ അവയവങ്ങളും ബാഹ്യ അവയവങ്ങളും എല്ലാം കൊടുക്കണം കർത്താവിന്. ഞാൻ എൻ്റെ കണ്ണുമായൊരു നിയമം ചെയ്തുവന് ഞാനൊരു കന്യകയെ നോക്കുന്നത് എങ്ങനെ? പ്രാഗൽഭ്യത്തോടാണ് പറയുന്നത്, നല്ല ധൈര്യത്തോടെയാണ് പറയുന്നത്. ആ പറയുന്നത് അർത്ഥവത്താണ് താനും, അത് യാഥാർത്ഥ്യമാണ് താനും. ദൈവത്തിന് സ്തോത്രം. യോബിനെ പറയുകയാണ്, എൻ്റെ പക്കൽ നീതികേടില്ലെന്നാണ് പറയുന്നത്. എൻ്റെ പക്കൽ നീതികേട് കാണാൻ പറ്റുകയില്ല എന്നാണ് പറയുന്നത്. ഞാൻ കപടത്തിൽ നടന്നുവെങ്കിൽ, എൻ്റെ കാല് വഞ്ചനയ്ക്ക് ഓടിയെങ്കിൽ, ദൈവം എൻ്റെ പരമാർത്ഥത അറിയേണ്ടതിന് ഒത്ത ത്രാസിൽ എന്നെ തൂക്കി നോക്കുമാറാകട്ടെ. ദൈവനെ തൂക്കി നോക്കട്ടെ. ഞാൻ കാപട്യമായിട്ട് നടന്നിട്ടില്ല. ഞാൻ സൂത്രവും കൗശലവും പ്രയോഗിച്ചിട്ടില്ല. എൻ്റെ നാവ് കൊണ്ടുള്ള സംസാരം മാത്രമല്ല, എൻ്റെ കണ്ണുകൊണ്ടുള്ള നോട്ടം മാത്രമല്ല, എൻ്റെ കൈ കൊണ്ടുള്ള പ്രവൃത്തി, എൻ്റെ കാലുകൊണ്ടുള്ള നടപ്പ്, എല്ലാം പ്രിയപ്പെട്ടവരെ, ഇയ്യോബ് നല്ല ധൈര്യത്തോടെ പറയുകയാണ്, എല്ലായിടത്തും ഞാൻ ദൈവസന്നിധിയിൽ ചില നിയമങ്ങൾ ചെയ്തവനാണ്. അത് പാലിച്ച് തന്നെയാണ് പോകുന്നത്. അതെല്ലാം ഞാൻ ഇതുവരെയും പാലിച്ചാണ് പോകുന്നത്. ഇന്ന് ഈ വാക്കുകളെ കേൾക്കുന്ന നിങ്ങൾ, എൻ്റെ അവയവങ്ങളെ ഞാൻ നിയന്ത്രിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിക്കൂ. എൻ്റെ ശരീരാവയവങ്ങളെ ഞാൻ നിയന്ത്രിച്ചിട്ടുണ്ടോ? അതിനാണ് ഇന്ദ്രിയ ജയം എന്ന് പറയും. ഇന്ദ്രിയ ജയം, അവയവങ്ങളുടെ മേൽ ജയം കിട്ടുക. ഇന്ദ്രിയ ജയം. 9 ഫലങ്ങൾ, ആത്മാവിൻ്റെ ഫലങ്ങൾ 9 ഉള്ളതിൽ 1 ഇന്ദ്രിയ ജയമാണ്. സ്നേഹം, സന്തോഷം, സമാധാനം,
ദീർഘക്ഷമാതയ പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഇന്ദ്രിയജയം, നമ്മുടെ അവയവങ്ങളുടെ മേൽ നിയന്ത്രണം വരണം. ഒരുപക്ഷെ പറയാൻ തുടങ്ങിയെങ്കിൽ പോലും പെട്ടെന്ന് ഇല്ല, ഉള്ളിൽ ചിന്തിക്കുക, ഇല്ല, മിണ്ടുന്നില്ല. അതാണ് അവയവങ്ങളുടെ മേൽ നിയന്ത്രണം. ഒരുപക്ഷെ നോക്കാനൊരു ചീത്ത പടമാണ്. നോക്കാൻ ഒരു താല്പര്യം തോന്നാൻ തുടങ്ങുമ്പോഴേക്കും ഇല്ല, ഞാൻ ക്രിസ്തുവിന് വേണ്ടി വിൽക്കപ്പെട്ടവനാണ്, ഞാൻ ക്രിസ്തുവിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവനാണ്, ഞാൻ യേശു ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് എന്നെ കൊടുത്തതാണ്. ഈ ഒരു ഉറപ്പ് വേണം നോക്ക്, ഈ ഒരു ധൈര്യം വേണം നോക്ക്. എനിക്കറിയാം നിങ്ങൾ പലരും അങ്ങനെ ചില നിയമങ്ങൾ ചെയ്തവരാണ്, കാപട്യം വേണ്ടാന്ന് തീരുമാനിച്ചവരാണ്. നേരെ പോ, സ്ട്രെയിറ്റ് ഫോർവേഡ്നെസ്, ആർജവം, ഋജുവായ ബുദ്ധി, നേരെ പോ, സ്ട്രെയിറ്റ് ഫോർവേഡ്നെസ്, കാപട്യമില്ല, ഉള്ളതുപോലെ, അഭിനയമില്ല, പഞ്ചാര വർത്തമാനമില്ല, പുറമേ കാണുന്ന മധുര പെരുമാറ്റമില്ല, ആരെയും വശീകരിക്കാനുള്ള തന്ത്രമില്ല, ഒന്നുമില്ല, ഉള്ളതുപോലെ. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ വാക്ക് ഉവ്വ എന്നും ഇല്ല എന്നും ആയിരിക്കട്ടെ. അതിലധികമായത് ദുഷ്ടനിൽ നിന്ന് വരുന്നു. ശ്രദ്ധിക്കൂ, അധികമായത് ദുഷ്ടനിൽ നിന്ന് വരുന്നു. നിങ്ങളുടെ വാക്ക് ഉവ്വ എന്നും ഇല്ല എന്നും ആയിരിക്കട്ടെ, അതിലധികമായി ദുഷ്ടനിൽ നിന്ന് വരുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ അവയവങ്ങളുടെ മേൽ നിയന്ത്രണം കിട്ടുക. ഇന്ന് ഈ കാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദയവായി നിങ്ങളിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കിയിട്ട് ഒരു സെക്കൻഡ് ചിന്തിക്കൂ, എൻ്റെ കർത്താവേ, ഞാൻ ഇന്ന് എൻ്റെ അവയവങ്ങളുടെ മേൽ നിയന്ത്രണം തരുവാനായി അവിടുത്തെ പരിശുദ്ധാത്മാവിനെ കൃപയ്ക്കായി യാചിക്കുന്നു. അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളത്തിലേക്ക് വരണമേ, പരിശുദ്ധാത്മാവിനെ നിയന്ത്രിക്കണമേ, പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിലേക്ക് വന്ന് എന്നെ നിയന്ത്രിക്കണമേ, പരിശുദ്ധാത്മാവിൻ്റെ അവയവങ്ങളെ നിയന്ത്രിക്കണമേ. ഇനി ഞാൻ എൻ്റെയല്ല, ഞാൻ യേശുവിൻ്റേതാണ്. ഇനി ഞാൻ എൻ്റെയല്ല, ഞാൻ യേശു ക്രിസ്തുവിൻ്റേതാണ്. ഒരു തീരുമാനം നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമോ? ഭാഗ്യകരമായ തീരുമാനത്തിലേക്ക് വരാൻ പറ്റുമോ? ശോഭനമായ ഭാവിയിലേക്ക് കുതിച്ച് നടന്ന് അല്ല പറന്ന് കയറുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എങ്കിൽ നിങ്ങളിപ്പോൾ ഇരിക്കുന്ന ഇരിപ്പിൽ തന്നെ കർത്താവിനോട് പറയൂ, കർത്താവേ, പരിശുദ്ധാത്മാവിനെ നിയന്ത്രിക്കണമേ, പരിശുദ്ധാത്മാവിനെ നയിക്കണമേ, പരിശുദ്ധാത്മാവിൻ്റെ മേൽ വാഴണമേ, എൻ്റെ മേൽ ഊതണമേ, പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളത്തിലേക്ക് തീയായി എഴുന്നള്ളി വരണമേ, എന്നെ രൂപാന്തരപ്പെടുത്തണമേ. പ്രാർത്ഥിക്കൂ, നിങ്ങളുടെ ജീവിതം കർത്താവിന് കൊടുക്കൂ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. തിരുവചനങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അവിടുത്തെ മഹത്വമേറിയ നിർദ്ദേശങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അവിടുത്തെ ജീവദായകമായ തിരുമൊഴികൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അപ്പോൾ ഈ വചനം കേട്ട എല്ലാവരുടെ മേൽ തൃക്കരം വയ്ക്കണമേ, എല്ലാ നന്മകളാൽ നിറയ്ക്കണമേ. അവിടുത്തെ രണ്ടാമത്തവരിന് വേണ്ടി ഒരുക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ.